ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിപ്പിന്റെ പാതയിലെന്ന് റിപ്പോർട്ടുകൾ. 2030 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 20.7 ട്രില്യൺ ഡോളറിലെത്തുമെന്നും 38 34.2 ട്രില്യൺ ഡോളറിലെത്തുമെന്നും എക്കണോമി വാച്ചിന്റെ 2025 ഓഗസ്റ്റ് പതിപ്പ് പ്രവചിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാന കാര്യങ്ങൾ, അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം, തുടർച്ചയായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ദീർഘകാല വളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 28.8 വയസ്സ് എന്ന ശരാശരി പ്രായം, ഉയർന്ന സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ, കുറഞ്ഞു വരുന്ന സർക്കാർ കടം, GDP അനുപാതം എന്നിവ 2024 81.3% നിന്ന് 2030 75.8% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മറ്റ് പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളെ മറികടന്ന് ഏകദേശം 13 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ ഏകദേശം 4.19 ട്രില്യൺ ഡോളറുമായി നാമമാത്ര GDP-യുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. 30 ശേഷം 2028-30 കാലയളവിൽ ഇന്ത്യയും US-ഉം യഥാക്രമം 6.5%, 2.1% ശരാശരി വളർച്ചാ നിരക്ക് നിലനിർത്തിയാൽ 2038 ആകുമ്പോഴേക്കും ഇന്ത്യ PPP-യിൽ US സമ്പദ് വ്യവസ്ഥയെ മറികടക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്ത്യയുടെ താരതമ്യ ശക്തികൾ, യുവാക്കളും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, ശക്തമായ സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ, താരതമ്യേന സുസ്ഥിരമായ കടം പ്രൊഫൈൽ എന്നിവ അസ്ഥിരമായ ആഗോള അന്തരീക്ഷത്തിൽ പോലും ഉയർന്ന വളർച്ച നിലനിർത്താൻ സഹായിക്കും. ഇന്ത്യയിലെ മുഖ്യ നയ ഉപദേഷ്ടാവ് DK ശ്രീവാസ്തവ പറയുന്നു. നിർണായക സാങ്കേതിക വിദ്യകളിൽ പ്രതിരോധശേഷി വളർത്തിയെടുക്കുന്നതിലൂടെയും കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെയും 2047 ആകുമ്പോഴേക്കും ഇന്ത്യ അതിന്റെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ 2030 ആകുമ്പോഴേക്കും ചൈന 42.2 ട്രില്യൺ ഡോളർ GDP എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രായമാകുന്ന ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന കടവും മൂലമുള്ള വെല്ലുവിളികൾ ചൈന നേരിടുന്നുണ്ട്. US ശക്തമായി തുടരും. പക്ഷേ GDP-യുടെ 120%-ൽ കൂടുതലുള്ള ഉയർന്ന കടവും മന്ദഗതിയിലുള്ള വളർച്ചയും US നേരിടുന്നുണ്ട്. ജർമ്മനിയും ജപ്പാനും വളരെ പുരോഗമിച്ച രാജ്യങ്ങളാണെങ്കിലും പ്രായമായവരുടെ ജനസംഖ്യയും ആഗോള വ്യാപാരത്തെ വളരെയധികം ആശ്രയിക്കുന്നതും അവരെ പിന്നോട്ടടിക്കുന്നു. PPP ഉപയോഗിച്ച് ഇന്ത്യയിലെ $1 വാങ്ങുന്നയാൾ US-ലെ $1 കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു. ഇത് വിപണി വിനിമയ നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലുതായി കാണിക്കുന്നു. GST, പാപ്പരത്ത നിയമാവലി, UPI അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വ്യാവസായികങ്ങളിലുടനീളം മത്സരശേഷി ശക്തിപ്പെടുത്തുന്നുണ്ട്. 2028 ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് വിപണി വിനിമയ നിരക്കിൽ ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. GDP-യുടെ 0.9% ബാധിക്കുന്ന US താരിഫുകൾ പോലെയുള്ള സാധ്യതയുള്ള വെല്ലുവിളികൾക്ക് പോലും കുറഞ്ഞ സ്വാധീനം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇനി കുതിച്ചു പായുകയാണ്. എന്തായാലും ഈ അഭിമാന നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.